നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ വ്ളോഗ് പ്രധാനമായിട്ടും പറയുന്നത് പെരുന്നാൾ ദിവസത്തെ വ്ളോഗ് കേട്ടോ. പെരുന്നാൾ ദിവസം നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ രാവിലെ 3:30 മണിക്ക് എഴുതിട്ട് കാരോട് നിസ്കാരം ഏകദേശം 6:30 മണിക്കാണ്. അപ്പോൾ രാവിലെ പ്രയറിന് പോകലുമായി. പിന്നെ ഇവിടെ ഞങ്ങൾ കിദുഫയിലുണ്ടല്ലോ പോണത്. ഇവിടെ നിന്നല്ല, ഞാൻ സുബാറയിലാണ് നിൽക്കണം. പക്ഷേ അവിടെ നിന്നല്ല, കിദുഫയിൽ 10 വർഷം മുമ്പ് ഞങ്ങൾ സ്ഥിരമായിട്ട് പെരുന്നാൾ കൂടുന്ന സ്ഥലമാണ് കിദുഫ പള്ളി, വലിയ പള്ളി കേട്ടോ. അപ്പോൾ അവിടെ ജസീല് ഫാമിലി, സലീം ഫാമിലി, അഷഫക്ക, ഗഫൂർ ചാൻ അവരെല്ലാവരും ഉണ്ടാവും. ഈ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇവരെല്ലാവരും 10 വർഷം മുമ്പുള്ള എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവരെല്ലാവരും കാണാം. ഞാൻ ഇപ്പോൾ സുബാറ എന്ന് പറയുമ്പോൾ എനിക്ക് അധികം അങ്ങനെ ആൾക്കാരെ പരിചയമില്ല. പക്ഷേ അവിടെ 10 വർഷം സ്ഥിരമായി താമസിച്ചുകൊണ്ട് അത്യാവശ്യം 90% ആൾക്കാരെല്ലാം തന്നെ അറിയാം. അപ്പോൾ അവരെല്ലാവരും കാണല്ലോ ആയി. പെരുന്നാൾ അടിച്ചുപൊളിച്ചോടല്ലോ. എല്ലാ വർഷവും ഞാൻ ആ പള്ളിയിൽ തന്നെ പെരുന്നാളിന് പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4:30 എഴുന്നേറ്റ് പള്ളിയിൽ പോയി അതും പ്രെയർ ചെയ്ത് നിസ്കാരമെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ വെയിറ്റ് ചെയ്തു. അതും പിന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം പെരുന്നാൾ നിസ്കാരത്തിന് വന്നു. അങ്ങനെ കുറേ നേരം പറഞ്ഞ ഹൈസിന് യാമർ പിള്ളേരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളൊരു നാസ്തെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഉച്ചയായപ്പോൾ ഷബീറിൻ്റെ കെയർ ഓഫിൽ ഞങ്ങൾ ഷാർജയിൽ എന്താണ് പറഞ്ഞവര് ഫാമിലി ഗാദറിങ് ഉണ്ടോ, അൽ നസ്മ പാർക്ക്. അത് തന്നെ, അൽ നസ്മ പാർക്കിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ പാലക്കാട് ടീമുകളാണ് ഇവർ ദുബായിലുള്ള ഷാർജയിലുള്ള. പക്ഷേ ഞങ്ങൾക്ക് പരിചയമൊന്നുമില്ല. പക്ഷേ ഇവൻ നിർബന്ധിച്ചപ്പോൾ എന്തായാലും വെറുതെ റൂമിലിരിക്കുകയല്ലേ എന്നൊരു ഞങ്ങളും പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ മാഷാഅല്ലാ അമേസിങ്, ഒരു രക്ഷയില്ലാട്ടോ. നല്ല ഫസ്റ്റ് കാണുന്ന ആൾക്കാരാണെന്നുള്ള ഇതൊന്നുമല്ല അവർ കേട്ടോ. അത്രയും ഒരു കോണ്ടാക്റ്റായിരുന്നു നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ. ഭയങ്കര സൽക്കാരപ്രിയരാട്ടോ. പിന്നെ പാർക്ക് അൽ നസ്മ പാർക്ക്, അത് തന്നെ നല്ല അടിപൊളി പാർക്കാണ്. നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയ, എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഫാമിലി ഗാദറിങ്ങിനോട് മെയിനായിട്ട് ഉണ്ടാക്കിയ പാർക്കാണെന്ന്. കാരണം നമ്മൾ അത്യാവശ്യം കറങ്ങി അതിൻ്റെ അകത്ത് നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ കറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഈ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് വെച്ചാൽ രാവിലെ പെരുന്നാളിൻ്റെ അതുപോലെ മഴയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ വെയിലൊന്നും അനുഭവപ്പെട്ടില്ല. ഞങ്ങളവിടെ ചെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ ഗാദറിങ് എല്ലാം ഫുഡിൻ്റെ സ്റ്റാർട്ടിങ്ങെല്ലാം തുടങ്ങി കേട്ടോ. ഇവരാരും പരിചയമില്ല, പക്ഷേ ഇവരെല്ലാവരും വർഷങ്ങളോളം പരിചയമുള്ള പോലെയാണ് ഞങ്ങളുടെ അടുത്ത് പെരുമാറിയത് കേട്ടോ. ഞങ്ങളറിഞ്ഞോളൂ അവർ ചീഫ് ഗസ്റ്റ് ചെന്നപ്പോൾ. അങ്ങനെ അവരുടേതായ സ്പെഷ്യൽ പാലക്കാടൻ റാവുത്തർ ബിരിയാണി, അത് തന്നെ പാലക്കാടൻ റാവുത്തർ ബിരിയാണി, പിന്നെ ബീഫ് റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, പിന്നെ സാലഡ്, അച്ചാർ, പുതിന ചമ്മന്തി. പിന്നെ ഇവരെ സ്പെഷ്യൽ എന്ന് എനിക്ക് തോന്നിയത് എന്താ സംഭവം എന്ന് പറയുമോ, ആ ബിരിയാണിയുടെ കൂടെ കഴിച്ച ഒരു കായ് ചാറ്. അതെ, നമ്മുടെ ഈ സാമ്പാർ. ഞാൻ ചോദിച്ചത് ബിരിയാണിയോട് നിങ്ങൾ സാമ്പാർ കഴിക്കണമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് സാമ്പാറല്ല, ഇതാണ് ഇവരുടെ ഈ റാവുത്തർ ബിരിയാണി ഒരു ഹൈലൈറ്റാന്ന് പറഞ്ഞു. സംബന്ധം കണ്ട സാമ്പാർ പോലെ, പക്ഷേ സാമ്പാറല്ല. നമ്മുടെ ഈ മട്ടൻ്റെ നെയ്യും ഇതൊക്കെ പാർട്സൊക്കെ ഇട്ടിട്ട് സാമ്പാർ പോലെയൊക്കെയാണ്. ശരിക്കും ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടു. വേറെ ഒന്നുമല്ല, കാരണം അവരുടെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ഹോം മെയ്ഡ് ആയിരുന്നു കേട്ടോ. ലേഡീസ് എല്ലാം അവരുടെ വീട്ടിൽ തന്നെ ശ്രീലങ്കൻ സ്പെഷ്യൽ, പിന്നെ ഹോം മെയ്ഡ് ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ സ്നാക്സ് ഉണ്ടായിരുന്നു, കുക്കീസ് ഉണ്ടായിരുന്നു, കേക്ക് ഉണ്ടായിരുന്നു, കുറേ സ്വീറ്റ്സൊക്കെ എല്ലാം കഴിച്ച് തിരിച്ച് ഞങ്ങൾ കിദുഫയിലേക്ക് തന്നെ വന്നു. അപ്പോൾ കൊറഫുഖാൻ വാട്ടർഫാളിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഭയങ്കര റഷ് കണ്ടില്ലേ, ഇമ്മാതിരി റഷ് ആയിരുന്നു. ഏകദേശം ഒരു 8:30 മണിക്ക് ഞങ്ങൾ തിരിച്ചുകൂടെ എത്തുമ്പോൾ. പിന്നെ കുറച്ച് നേരം കൊറഫുഖാൻ ബീച്ചിലൂടെ കുറച്ച് നടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എന്തായാലും ആ ദിവസം ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. പെരുന്നാൾ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അത് വീണ്ടും കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ ബീച്ചിലൂടെ നടന്നു കേട്ടോ. കാരണം ബീച്ചിൽ റഷ് ഉള്ളതുകൊണ്ട് ഞങ്ങളെന്ത്, പിന്നെ നല്ല ചെറിയ പൊടിമഴ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ അധികം സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല, തിരിച്ച് റൂമിലേക്ക് പോയി. എന്തായാലും പെരുന്നാൾ ദിവസം മാഷാ അല്ലാ സൂപ്പറായിരുന്നു.